ഇന്നത്തെ വീഡിയോ ഈ മുതലിൻ്റെ ഫേസ് കാണിച്ച് തുടങ്ങാമെന്ന് കരുതി. കാരണം ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് സർപ്രൈസസൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഉമ്മച്ചിയും വാപ്പച്ചിയും അനിയനൊക്കെ വരുന്നുണ്ടായിരുന്നു. രാവിലെ വരെ അത് ഞാൻ സർപ്രൈസായിട്ട് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ രാവിലെ എനിക്കത് പൊളിക്കേണ്ടി വന്നു. കാരണം ഇവൾ എവിടെ പോകാൻ റെഡി ആയാലും നല്ല ലേറ്റാകും, നല്ല ലാഗ് അടുപ്പിക്കും. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവൾ എന്തായാലും വൈകിട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരത്തെ പറയേണ്ടി വന്നു. അങ്ങനെയെങ്കിലും അവൾ നേരത്തെ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലുലുവിലെത്തി, അവരെ കണ്ടു. നേരെ ഹൈപ്പറിൽ പോയി ആദ്യം തന്നെ ഒരു കേക്ക് വാങ്ങി കേട്ടോ. ഒരു കാരമൽ കേക്കാണ് വാങ്ങിയത്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ ഷാക്സ് എന്നൊക്കെ എഴുതി വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഹൈപ്പറിൽ ഒട്ടും തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നു. കാരണം ബുധനാഴ്ചയാണ്. പിന്നെ നമ്മൾ രാവിലെ തന്നെ എത്തുകൊണ്ട് ഒട്ടും തിരക്കില്ലായിരുന്നു. അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി. എന്നിട്ട് നമ്മൾ കേക്ക് മുറിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആയിട്ടില്ല. ഇനി 2 പേര് വരാനുണ്ട്. മമ്മുവിൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സും കൂടി വരാനുണ്ട് കേട്ടോ. മമ്മു ഇതിനും മുന്നേ 10th കൊച്ചിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്കൂളിൽ അവൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അത് മമ്മു വന്നു എന്ന് പറഞ്ഞിട്ട് അവന്മാരും കൂടി വരാനിരിപ്പുണ്ട്. പക്ഷെ നമുക്ക് കേക്ക് നേരത്തെ മുറിക്കേണ്ടി വന്നവർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും എത്തിയിരിക്കുകയാണ്. ഇതാണ് എബിനും അജ്മലും, മമ്മുൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവരുമായിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് അൽഡ്രീമിലേക്കാണ്. അറിയാലോ, കൊച്ചിയിലെ ഏറ്റവും ബെസ്റ്റ് മന്തി കിട്ടുന്ന സ്പോട്ടിലേക്കാണ് നമ്മൾ പോയത്. അതുകൊണ്ട് അവിടെ എത്തി നമ്മൾ വയറ് നിറയെ കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ലുലുമോളിലേക്ക് തന്നെ പോകാൻ പോകണം കേട്ടോ. കാരണം ഒരു 4 മണി 4:30 ആകുമ്പോൾ നമുക്ക് ഇറങ്ങണം. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് എല്ലാവരും ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. കാരണം നാളെ ഉമ്മച്ചിക്കും വാപ്പച്ചിക്കൊക്കെ ജോലിക്ക് പോകണം, മമ്മൂന് സ്കൂളിൽ പോകണം. അപ്പോൾ ഈ ടൈമിലൊക്കെ ഇറങ്ങിയാൽ ഒരു 11 മണിയെങ്കിലും ആകുമ്പോൾ ട്രിവാൻഡ്രം എത്തത്തുള്ളൂ. അങ്ങനെ എല്ലാവരും ബൈയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്കും നമ്മൾ തിരിച്ച് റൂമിലേക്കും പോയി. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ.